ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഒരു ടെലിപ്പതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഇതേപോലൊരു ബസ് നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരിടത്ത് അതുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. കാരണം ഇങ്ങനൊരു ട്രാജഡി വന്നുകൊണ്ട് ഇനി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് ട്രാവലറല്ല, വലിയൊരു ബസ്സാണ്. ഇതുപോലെ തന്നെ അതെനിക്കൊരു വാണിംഗ് ആയിട്ട് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ 16 പേര് അതിനകത്ത് സ്പോട്ടിൽ മരിക്കും എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്കൊരു ടെലിപ്പതി. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ബസ് അപകടത്തിൽ 15 പേർ മരിച്ചു, 30-ലധികം പേർക്ക് പരിക്കേറ്റു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പ്, RV മായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി, അവർ ടെലിപ്പതി എന്ന് അവർ പറയുന്നത്, പക്ഷേ ഒരു ഇൻഡ്യൂഷൻ പോലെ അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുന്നു. അങ്ങനെ അവർ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. വാൽപ്പാറയിലുണ്ടായ ബസ് അപകടം ഏകദേശം 7 ദിവസം മുന്നേ അവർ പ്രവചിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ക്ലിപ്പ് മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നതാണ്. പീയൂഷ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ലേഡി, അവരുടെ ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളതല്ല. ആ വീഡിയോയിൽ കുറച്ച് ലാസ്റ്റായിട്ട് ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അടുത്ത ഒരു ടെലിപ്പതി കൂടി ചെയ്തു, അതിൽ ഞാൻ കണ്ടിട്ടുള്ള 2 ഇൻസിഡൻസാണ് അവർ പറഞ്ഞത്. അവർ കണ്ടിട്ടുള്ള 2 നടക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ. അവരിതിനെ പറയുന്നത് ടെലിപ്പതിയാണ്. ഞാൻ നേരെ അത് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിലൂടെ. ടെലിപ്പതി പറഞ്ഞാൽ 2 മനസ്സ്, യു നീഡ് ടു ഹാവ് 2 മൈൻഡ്സ്. ആ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മൈൻഡ്സ് ആണ് ടെലിപ്പതി. ഇതൊരു ഇൻറ്റ്യൂഷൻ, അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എസ്പെഷ്യലി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവരുടെ കുറേ തെറാപ്പിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബൈ ദ വേ, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ RV മായ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. അതിൽ പല പ്രവചനങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. വയനാടിൻ്റെ പിന്നെ നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം, പിന്നെ നമ്മുടെ കർണാടകയിൽ വീണ് മരിച്ചിട്ടുള്ള ആ പെൺകുട്ടി ശ്രീനന്ദ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നല്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും ഇന്നലെ അവരുടെ വീഡിയോ കണ്ടവർക്കറിയാം, അവരുടെ വീഡിയോയിൽ അവസാനം പറഞ്ഞു വെച്ചിട്ടുള്ള ഈ 2 ഇൻസിഡൻറ്റ്. ഒന്ന്, ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു കുട്ടി വീഴും, അത് അതിരപ്പള്ളിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നവർ പറയുന്നു. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, ഉടനെ തന്നെ ഒരു ബസ് ആക്സിഡൻറ്റ് നടക്കും. അത് ചെറിയ ബസ്സല്ല, വലിയ ബസ്സാണ്. അതിൽ 16 പേര് ഓൺ ദ സ്പോട്ടിൽ കൊല്ലപ്പെടും, ഇൻക്ലൂഡിങ് ആ നമ്പർ അവർ പറഞ്ഞത് 16 പേര് ഓൺ ദ സ്പോട്ടിൽ കൊല്ലപ്പെടും. അത് ഇവിടെയല്ല, ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ല, പുറത്താണ് അവർ കണ്ടതെന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ പുറകിലെന്നുള്ള കാര്യം എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ കാരണം ബിക്കോസ് ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച്. ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ്. കാരണം ഞാൻ ഇന്നലെ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ തോന്നുന്ന ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, ചില കാര്യങ്ങൾ നമുക്ക് നടക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ നമുക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അത് സംഭവിക്കും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നത്, ഞാൻ ഒരാളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞു, ചില സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചേട്ടാ ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി, പ്രത്യേക ഒരു പുതിയ ഹോട്ടലിൽ കയറി അവിടെ ചായ കുടിക്കുന്ന സമയത്ത് തോന്നിപ്പോവാ, ചേട്ടാ ഇവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ, ഇതെൻ്റെ ലൈഫിൽ മുന്നേ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നലുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പല ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ജമ്മുവിൽ ഉദ്ധംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇന്ന് സംഭവിച്ചു. ഞാൻ ഈ ന്യൂസ് എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്ത് തന്നു, ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ന്യൂസ്. ബിക്കോസ് ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഫസ്റ്റ് ഈ മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഇവർ ചെയ്ത വീഡിയോൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുക. ഐ ഡോണ്ട് നോ, സീരിയസ്ലി ഗൈസ്, എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ, എനിക്ക് അറ്റ് ദിസ് മൊമെൻറ്റ് എനിക്കൊന്നും പറയാറില്ല. ഇപ്പോൾ കോയിൻസിഡൻസ് ആണോ, ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. വെറുതെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഒരു അന്ധവിശ്വാസം കയറ്റിവിടുന്ന സിറ്റുവേഷൻ ഞാൻ നിൽക്കുന്നില്ല. സോ ഐ എം നോട്ട് അറൈവിങ് അറ്റ് എനി ഇൻഫറൻസ്. ഞാൻ ഇതിലൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നോ കാര്യങ്ങൾ എൻഡോസ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റും, അതായത് ഭാവിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മനസ്സിൽ ഇങ്ങനെ തോന്നും അത് വരാൻ പോവാണ്. അത് സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എനിക്കുണ്ടായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. കമൻസിന് അധികം റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഇന്ന് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ ആ ന്യൂസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഫസ്റ്റ് ഹിന്ദിയിൽ ചെറിയൊരു പോർഷൻ ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം എൻ്റെ മലയാളം ന്യൂസിൻ്റെ ആക്സിഡൻറ്റിൻ്റെ പ്ലസ് ഇന്നലെ എന്താണ് ഈ ലേഡി RV മായ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ കുറച്ച് നിങ്ങൾക്ക് കേൾക്കാത്തവർക്കായിട്ട് അതും കൂടി ഞാൻ പറയാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിർബന്ധമായിട്ടും കമൻറ്റ്
കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ആക്സിഡൻറ്റ് വീഡിയോ പ്ലേ ചെയ്യാം. ऊपर से छलांग लगाया, रोड में पड़ी हुई थी क्योंकि रास्ता ब्लॉक था, इसीलिए हम आके और गाड़ी एक्सीडेंट हो गया बोल के हमने फटाफट एक्शन कर दिया सर. एक लड़का और एक लड़की को बहुत अच्छी तरीका से पेड़ दबा था, उनको तरीका से रिकवरी की मदद से हमने उनको निकाला. യെസ്, അപ്പോൾ ഊപ്പർ സെ ഛലാങ് ലഗായ എന്ന് പറയുന്നത് വെച്ചാൽ മോളിൽ നിന്ന് ഈ ബസ് ചാടി. അത് ഞാനിതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചു. പ്രത്യേകിച്ച് ഉധംപൂരിൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി വന്നിട്ടാണ് രക്ഷിച്ചിട്ടുള്ളത്. ഉധംപൂരിൽ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ മോശം റോഡ്സാണ്, ടെറൈൻ വളരെ മോശമാണ്, വളരെ മോശം റോഡ്സാണ്. അപ്പോൾ അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് അപകടങ്ങൾ നടക്കുന്നതാണ്. ദിസ് ഇസ് നോട്ട് എ ന്യൂ തിങ് ദെയർ എന്നൊക്കെ ഞാൻ ഇതിൽ വായിച്ചു. പക്ഷേ നമ്മൾക്ക് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്ത ഞാൻ കണ്ട നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഇതിൻ്റെ ഒരുപാട് പേര് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് ഐ ഹാവ് സീൻ ദറ്റ് തിങ് ഇൻ ഈ യൂട്യൂബിൽ ഈ മറുനാടൻ്റെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇവർ പറയുന്നതിനെ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഞാനും ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഇവർ പറഞ്ഞത് ഇവർ ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ലേഡി എന്നല്ല കേട്ടോ പറയുന്നത്. നമുക്കൊക്കെ ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, യെസ് ഇത് സംഭവിക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇത് എനിക്ക് എന്താ എൻ്റെ മനസ്സിൽ വരുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോവും. നിങ്ങൾക്കുണ്ടായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇനി ഇന്നലെ അവർ പറഞ്ഞിട്ടുള്ള സംഭവം, അതിനുശേഷം നമുക്ക് നമ്മളെ ന്യൂസിലേക്ക് പോവാം കേട്ടോ. ഒന്നത്. രണ്ട്, കൃത്യമായിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു. കേരള തമിഴ്നാട് ഇത് വാൽപ്പാറയെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തത്. എന്നുള്ളത് ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ ഇടാഞ്ഞതാണ്. ഏത് ബോർഡറാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട്. പക്ഷേ കേരള തമിഴ്നാട്ടിൽ നടക്കും. ഈവൻ കുട്ടികളെയും കൊണ്ട് പോകുന്ന വണ്ടിയല്ല, പക്ഷെ കുട്ടികൾ അതിനകത്ത് 3 പേര് കൃത്യമായിട്ടും ഉണ്ടാകും. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു, ഇൻസിഡൻറ്റ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ശക്തമായ ഒരു വാണിംഗ് ആണ് ഈ നമ്പർ. അതായത് 2 വാഹനത്തിന്, എൻ്റെ വാഹനത്തിൻ്റെയും ഈ വാഹനത്തിൻ്റെയും നമ്പർ കൃത്യമാണ്. ഞാൻ ഇനി ഇത് തുടർന്ന് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വരുന്നത് എനിക്കും കൂടെ കിട്ടുന്ന ഒരു പണിയെന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കാം അപ്പുറത്തുനിന്ന് എനിക്ക് കിട്ടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ, മീൻസ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇത് ടെലിപ്പതി അല്ല, ടെലിപ്പതി ഇതല്ല സംഭവം. ഞാൻ പറയുന്നില്ല കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ഇൻറ്റ്യൂഷനാണ്, ഇവർക്ക് തോന്നലാണ്. ഭഗവാനെ, അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് അല്ലേ? അയ്യർ ദ ഗ്രേറ്റ് പഴയ മമ്മൂക്കാൻ്റെ, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടതാണ്, കുറേ കാലം മുന്നേ കണ്ട. പക്ഷെ എന്നാലും ഇന്നും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സംഭവമാണ് അയ്യർ ദ ഗ്രേറ്റ് മൂവി അല്ലേ? ഐ ഡോണ്ട് നോ, കേൾക്കാം. ആയിട്ടാണോ ഈ ചെയ്തപ്പോഴാണോ ഇത് കാണുന്നത്, ഈ ഒരു ഇത് അവസാനം ടെലിപ്പതി? ഇത് അവസാന ടെലിപ്പതിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ടെലിപ്പതി ചെയ്തായിരുന്നു. അതിൻ്റെത് ഞാൻ പോസ്റ്റ് ഇട്ടില്ല. കാരണം പോസ്റ്റ് ഇടാൻ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ് ഞാൻ. എന്തെങ്കിലും അപകടമായിട്ടാണോ? അതെ, അതും ഒരു അപകടമാണ്. പക്ഷേ ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യാമെന്നല്ല, ഇപ്പം കണ്ടത് ഒരു പ്രോപ്പർ പ്ലേസാണ്. ആ പ്ലേസിലുള്ള ഒഫീഷ്യൽസിനെ അറിയിച്ചാൽ ഒരു പക്ഷേ അതിനൊരു സെക്യൂർ എടുക്കും എന്ന് എൻ്റെ ഒരു തോന്നലുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് നാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, പ്രോപ്പർ പ്ലേസ് അവർക്ക് അറിയാം, അവിടേക്ക് വിളിച്ചു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിളിച്ചു പറഞ്ഞാൽ ആക്സസ് ഉള്ളൊരു സ്ഥലമാണ് അവർ കണ്ടെന്നാണ് അവരുടെ കോൺഫിഡൻസ്. ഞാൻ പറയാൻ വെച്ചാൽ നമ്മൾ 2 വശമായിട്ടും നോക്കണമല്ലോ. അതായത് ഇപ്പോൾ ഇത് എല്ലാവരും ഇവരെ ടാഗ് ചെയ്യാണ്. ഈ ഒരു വീഡിയോൻ്റെ അടിയിലും ഈ ഉധംപൂറിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ മലയാളത്തിൻ്റെ ഒരു ക്ലിപ്പ് കാണിച്ചില്ല, അതിൻ്റെ അടിയിലും പോയിട്ട് ഇതേ സാധനമാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പറയുന്നത് വെച്ചാൽ ഇവർക്ക് വിളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ജമ്മു എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ദർ വിൽ ബി എ വേ. പിന്നെ ഇപ്പോൾ ദൂരെയൊക്കെയാണ്, ജമ്മുവിലൊക്കെയാണ് കണ്ടത്, അവിടേക്കൊന്നും വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവർ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് ആതിരപ്പള്ളി പിന്നെ വെള്ളച്ചാട്ടത്തിലൊരു കുട്ടി വീഴുന്നത് കേട്ടോ. കേൾക്കാം. കുറച്ചുകൂടെ എൻ്റെ ഇനി അഥവാ അപകടം ഉണ്ടായാലും വ്യാപ്തി കുറയില്ലേ? ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ലാസ്റ്റ് ടെലിപ്പതിയാണ്. ഒരു കാര്യം, സോറി, ഈ ഒരു വീഡിയോ ഇന്നലെ കണ്ട സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം സംഭവിച്ചു. ഇവർക്ക് ശരിക്കിപ്പോൾ ഈ മറുനാടന് വേണമെന്നുണ്ടെങ്കിൽ ടു ജസ്റ്റ് അവോയ്ഡ് കൺഫ്യൂഷൻസ്, ഇതുപോലുള്ള ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ഒന്നും കൂടി കാര്യങ്ങളൊക്കെ സുതാര്യമാക്കാനും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കായിരുന്നു കേട്ടോ. എന്താണ് അവർ എഴുതിയിട്ടുള്ള സംബന്ധിച്ച സ്ക്രീൻഷോട്ട് കാണിക്കായിരുന്നു. ഐ ഡോണ്ട് നോ, ഇനി രണ്ടാമതും മിക്കവാറും പീയൂഷൻ്റെ ഇവരടുത്തേക്ക് പോയിട്ട് അടുത്തൊരു ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അത് കാണിക്കണം. ഇത് കാണിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഓക്കെ.
ഇത് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, കാരണം കണ്ട രീതിയിൽ ഞാൻ പറയാതെ കുറച്ചുകൂടെ അവെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഒരു ടെലിപ്പതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇതേപോലൊരു ബസ് നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരിടത്ത് ഉണ്ടാകാതിരിക്കാം. കാരണം ഇങ്ങനൊരു ട്രാജഡി വന്നുകൊണ്ട് ഇനി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് ട്രാവലറല്ല, വലിയൊരു ബസ്സാണ്. ഇതുപോലെ തന്നെ അതെനിക്കൊരു വാണിംഗ് ആയിട്ട് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ 16 പേര് അതിനകത്ത് സ്പോട്ടിൽ മരിക്കും എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്കൊരു ടെലിപ്പതി ആയിട്ട് കിട്ടിയത്. ഇതിൽ 15 പേരെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 15 പേരാണ് കാണിക്കുന്നത്. ചില ന്യൂസ് പേജസിൽ 21 കാണിക്കുന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 15ആണ്. ഒരു സ്ഥലത്ത് അത് 16 ആയി എന്നും കാണിക്കുന്നുണ്ട്. അറിയില്ല, ഞാൻ ഇതിനൊന്നും നമ്മൾ എൻഡോസ് ചെയ്ത് പറയല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പക്ഷെ അതിവിടെ ആയിരിക്കത്തില്ല എന്നതാണ് എൻ്റെ ഒരു ഇത് ഞാൻ കണ്ടെത്തിയത്. കാരണം നമ്മുടെ കേരളത്തിലല്ല, പുറത്താണ്. പക്ഷെ അതും ഇതേപോലെ തന്നെ ബാക്കിലോട്ട് ഫ്ലിപ്പായി പോകുന്നതായിട്ടാണ്. അതായത് പുറമോട്ട് ഉരുണ്ടുപോയി വലിയൊരു ഇതിലോട്ട് വീഴുന്നതാണ് ചെയ്ത ബസ്. പക്ഷെ പുറകോട്ട് ഉരുണ്ടിട്ട് പോയാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ അല്ല. താഴ്ചയിലോട്ട് വീഴുന്നതായിട്ടാണ് കണ്ടത് ഒരു ടെലിപ്പതി. പിന്നെ ഒന്ന് കണ്ടത് നമ്മുടെ ആതിരപ്പള്ളി പോലെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അത് ആതിരപ്പള്ളി തന്നെയാണ് എനിക്ക് പിന്നെയും ഞാൻ ചെയ്തപ്പം കണ്ടത്. അപ്പോൾ അത് ആതിരപ്പള്ളിയിലെ ഒഫീഷ്യൽസിനെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു കുട്ടി മേളിൽ നിന്ന് പാറയിലോട്ട് വീഴുന്നതായിട്ടാണ് കണ്ടത്. അത് ഞാൻ വീണ്ടും രണ്ടാമത് ചെയ്തപ്പോൾ അത് 3 പേരായിട്ടാണ് കണ്ടത്. 3 പേര് വെള്ളത്തിൽ പോകും, താഴെ പോകും. അതിലൊരാളാണ് അപകടത്തിൽപ്പെടുന്നത്. അതൊരു ചെറിയ കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റായിട്ട് കണ്ട 2 ടെലിപ്പതിയാണ്. ഈവൻ ഞാനത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അതിൻ്റെ തീവ്രത കുറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ കൂടെ അവെയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്നത്തെ ഇത് വൈറലായപ്പോൾ തന്നെ എനിക്കൊരു പേടി. കാരണം ഇനി അടുത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ വിനോദയാത്രത്തിന് കുട്ടികളെ കൊണ്ട് പോകാനിരിക്കുന്നു. അതേപോലെ തന്നെ സ്കൂൾ അടപ്പാണ്, കുട്ടികൾക്കെല്ലാം പോകാനുള്ള ഒരു രീതിയിലിരിക്കുമ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു പേടിയാകും. അപ്പം അതെ, പാനിക്കാകും. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു അവർക്കൊക്കെ പേടിയുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനെനിക്കൊരു ചെറിയ സംശയം ഉണ്ടെന്ന് ആൾക്കാർ പറയും. വെറുതെ അന്ധവിശ്വാസം ഇതാക്കരുത് എന്നൊക്കെ പറയുമെന്ന് ചോദിച്ചു. പക്ഷേ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് നമ്മൾ വെറുതെ ഞാൻ വെറുതെ ഇരിക്കല്ല. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ എന്നോട് പണ്ട് മുതലേ ഡിസ്കസ് ചെയ്യുന്ന കുറേ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, പീപ്പിൾ ഹു ടേക്ക് തിങ്സ് വെരി സീരിയസ്ലി, അങ്ങനത്തെ ആൾക്കാരെന്നോട് വിളിച്ച് പറയുന്നു. കണ്ടോ, അവരെന്നെ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളും പറഞ്ഞു. അവരാണ് എനിക്കിത് വീണ്ടും ഫോർവേഡ് ചെയ്ത് തന്നത്. ആൾക്കാരെ ഭയപ്പെടുത്താനല്ല ഇതിടുന്നത് ഞാൻ. കാരണം പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, കരുതിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അപകടം എപ്പോൾ വേണേലും വരാം. നമുക്ക് വിധിയെ തടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിത് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും. താഴോട്ടുള്ള ടെലിപ്പതി പോസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാകും. ഈവൻ നമ്മുടെ പണ്ട് വെള്ളത്തിനടിയിൽ പോയ അർജുൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ പ്രവചനത്തിൻ്റെ ഒരു കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ജ്യോതിഷം റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഒരു തോട്ട് ഇതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം. ഒരു വഴിക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരാൾ പറഞ്ഞിട്ടാണ് അവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് പോകണം എന്നൊരാൾ പറയാമെന്ന് ഇരിക്കുക. ഞാൻ ഇതിൽ കാണുന്നത് നമുക്ക് ഒരു വാർണിംഗ് പോലെ ഒരു വ്യക്തി തരുന്നു. നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അത് വീഴില്ല എന്നുള്ളത് നമ്മളെ വിധി അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അവിടെ ഒരു കുഴിയുണ്ട്, ഇടത് ഭാഗത്തൊരു കുഴിയുണ്ട്. അപ്പോൾ വലത് റോഡ് സൈഡിലൂടെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് അതൊന്ന് ഒഴിവാവാം. ഒരു പക്ഷേ ചിലപ്പോൾ ദൈവം, ഞാൻ വിശ്വാസി ആയതുകൊണ്ട് പറയുകയാണ്, ദൈവം ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ രൂപത്തിലും നമുക്കൊരു വാർണിംഗ് തരികയായിരിക്കാം. അത് വീഴില്ല എന്നുള്ളത് നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള പ്രവചനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചില ആൾക്കാർ ഇങ്ങനെ എടുക്കും. അതായത് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്കതൊന്ന് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് കിട്ടിയെങ്കിലോ എന്ന്. ഇനി ഇതിൻ്റെ മലയാളം ന്യൂസ്. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ബസ് അപകടത്തിൽ 15 പേർ മരിച്ചു, 30-ലധികം പേർക്ക് പരിക്കേറ്റു. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണമായി അവസാനിച്ചല്ലോ. ഉദ്ധംപൂരിലെ കനോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഈ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്. നിറയെ യാത്രക്കാരുമായി പോയ ബസ്സിൽ നേരെ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു.
15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പരിക്കേറ്റവരെ ഉദ്ധംപൂർ സർക്കാർ ആശുപത്രിയിലേക്ക്, ജനറൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ അവിടെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. SDRF-ഉം സംഭവ സ്ഥലത്ത് ഈ ബസ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ സന്ദർശിക്കാനായി ലഫ്റ്റനന്റ് ഗവർണർ അടുത്ത സമയത്തിനകം സ്ഥലത്തെത്തും. ശരി, ഈ ബസ് എന്താണ് വിവരം നൽകിയത്? യെസ്, ഇന്നലെ ഇവരുടെ പ്രവചന പ്രകാരം എവിടെയാണ് സംഭവിക്കുക എന്നുള്ളതോ ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പീയൂഷ് ചോദിച്ച് മനസ്സിലാക്കി അവർ ആ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആധികാരികമായിട്ട് പറയാമായിരുന്നു. അതൊന്നും അവർ ഇന്നലെ കാണിച്ചിട്ടില്ല, അവർ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കേരളത്തിനകത്തല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എനിവെയർ. നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ഇതായിട്ട് കണക്ഷനൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, തള്ളിക്കളയുന്നില്ല. ഐ എം ടേക്കിംഗ് എ ന്യൂട്രൽ സ്റ്റാൻഡ് ഹിയർ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ, നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. ഐ ഡോണ്ട് നോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ആതിരപ്പള്ളിയിലത്തെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, അവർ വിളിച്ചറിയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട്. ഇനി എന്തായാലും സ്ഥിതിയാണ്. കാരണം അതിപ്പോൾ അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. ഇനി മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും അങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നതാണ്, നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ അവരുടെ ഒരു ഭാഗത്ത് നിന്നിട്ട് പറയാം. ഞാൻ ഈ സംസാരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ ലേഡിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചില ആൾക്കാർ ഇതിനെ പറയുമായിരിക്കും അവർ തട്ടിപ്പാണോ അങ്ങനെ പറയുന്ന ചില വളരെ ഫ്യൂ കണ്ടു. യഥാർത്ഥത്തിൽ അവരിങ്ങനെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക, എന്നിട്ട് ഇതൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൈ ഗോഡ്, അവരുടെ മാനസികാവസ്ഥ അപ്പം എന്തായിരിക്കും? ഇന്ന് ഈ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ, അവരുടെയും അവരുടെ ചുറ്റുള്ള ആൾക്കാരുടെയും എത്രത്തോളം മെൻ്റൽ ടെൻഷൻസ്, സ്ട്രെയിൻ, പ്രഷറാണ്. ഇഫ് ഇറ്റ്സ് ഓൾ ജെന്വിൻ, 100% ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെന്വിനായിട്ട് അവർ കണ്ടു, അവർ മനസ്സിലാക്കി, അവർ എഴുതി, ഇത് സംഭവിച്ചു. നോട്ട് വൺസ്, പലപ്പോഴായിട്ട് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇനി അടുത്തൊരു സംഭവം അവർ കാണുന്നത്, അത് കണ്ടിട്ട് അത് വേറെ എന്തെങ്കിലും സംഗതികൾ മനസ്സിലായോ ആണെങ്കിൽ എത്രത്തോളം മെൻ്റൽ ടെൻഷൻ, മെൻ്റൽ പ്രഷർ, സ്ട്രെയിൻ അവർ അനുഭവിക്കുന്നതായിരിക്കും. അവരുടെ ചുറ്റുപാടുള്ളവർ, അവരുടെ ചുറ്റുപറ്റി നിൽക്കുന്ന അവരുടെ മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ, വീട്ടിലുള്ളവരൊക്കെ എത്രത്തോളം പ്രഷറാവും അനുഭവിക്കുക എന്നുള്ളത് ഐ ഡോണ്ട് നോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.